പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾ പ്രത്യേകിച്ച് ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതിനായിട്ടാണ് ഈ വീഡിയോ ടീച്ചർ ചെയ്യുന്നത്. നമുക്കറിയാം, സോഷ്യൽ സയൻസ് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് പല കുട്ടികൾക്കും. കാരണം 2 പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ധാരാളം ചാപ്റ്റേഴ്സ്, ധാരാളം പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് പല കുട്ടികൾ വിഷമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാത്തതാണ് പലപ്പോഴും നമുക്ക് സോഷ്യൽ സയൻസ് വളരെ ടഫായിട്ടുള്ളൊരു വിഷയമാണെന്ന് തോന്നുന്നത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കി പഠിക്കുക, മനപ്പാഠം പഠിക്കുക എന്നതാണ് പലരും ചെയ്യുക. പക്ഷെ മനപ്പാഠമല്ല നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കി പഠിക്കണം. നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളെ, നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഹിസ്റ്ററി പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ കാലഗണന അനുസരിച്ച് ഏത് സംഭവമാണ് ആദ്യം നടന്നത്. നമുക്കറിയാം, ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റിലെ സംഭവങ്ങളാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. അവിടെ സംഭവങ്ങൾ നടന്ന കാലഗണനയ്ക്കനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിയാനും ആ സംഭവങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഏത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ അതിനെ ഒരു കഥയാക്കി, നമ്മൾ മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പണ്ട് കാലത്തെ കഥകൾ പറയുമ്പോൾ നമ്മൾ ആ കഥയുടെ ഓരോ ഭാഗവും എവിടെ തുടങ്ങി, എന്ത് പിന്നെ സംഭവിച്ചു അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു സംഭവത്തെ അത് ഒരു കഥ പോലെ നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഉറപ്പിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ നവോത്ഥാനം, റെനൈസൻസ് കാലത്തെ പറ്റിയാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ റെനൈസൻസ് കാലത്ത് എന്തുകൊണ്ടാണ് തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് ഇറ്റാലിയൻ സിറ്റീസിനെ അല്ലെങ്കിൽ യൂറോപ്പിലെ സിറ്റികൾക്ക് സംഭവിച്ചത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണത് അടുക്കി വെക്കേണ്ടത്? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം തുർക്കികൾ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അവിടെയുള്ള സ്കോളേഴ്സ്, പ്രത്യേകിച്ച് അവിടെയുള്ള ഫിലോസഫേഴ്സ് അവരവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയി. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു പോയി? മറ്റ് ഇറ്റാലിയൻ സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയി. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയവരെ അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ലൈബ്രറികൾ സ്ഥാപിച്ചു, അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് അവർ പഠിച്ചു, അവർ കൊണ്ടുപോയ ബുക്സൊക്കെ ഉപയോഗിച്ച് അവർ ലൈബ്രറികൾ സ്ഥാപിച്ചു. അവിടെ അവരെ എന്ത് ചെയ്തു? അവരുടെ പുസ്തകങ്ങളൊക്കെ എഴുതി. കാരണം അവിടെ അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടി. അപ്പോൾ അവർ പുസ്തകങ്ങളൊക്കെ എഴുതി. അവിടെയുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഉയർച്ച, ഒരു വളർച്ച അവിടെ ഉണ്ടായി. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ അടുക്കി നമ്മുടെ മനസ്സിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ദ capture of Constantinople by Turks in the political or intellectual sphere of ഇറ്റാലിയൻ സിറ്റീസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കിങ്ങനെ ഇതിൻ്റെ ആൻസറുകൾ എഴുതാൻ പറ്റും. അപ്പം നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി ഒരു കഥ പോലെ പഠിച്ചു വെക്കുക. ഇനി ജോഗ്രഫിയുടെ പാഠങ്ങളാണെങ്കിൽ നമുക്കറിയാം, ജോഗ്രഫി ഒരു പ്യുവർ സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ സയൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് ജോഗ്രഫിയും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ സീസൺസ് ആണ് പഠിക്കുന്നതെങ്കിൽ എങ്ങനെ സീസൺ ഉണ്ടാകുന്നു, അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സീസൺസ്, ഓരോ സീസണിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ നമ്മൾ ഓരോരോ പോയിന്റ്സും വളരെ അടുക്കോടുകൂടി ചിട്ടയോടുകൂടി പഠിച്ച് വായിക്കുമ്പോഴാണ് നമുക്കത് നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാനും അത് കൃത്യസമയത്ത് അതിനെ നമുക്ക് പേപ്പറിലേക്ക് ആൻസറായിട്ട് നമുക്ക് എഴുതി വയ്ക്കാനും സാധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആവർത്തിച്ച് പഠിക്കണം. നമ്മൾ ഒരു ആഴ്ചയിൽ പഠിക്കുന്ന പാഠങ്ങളെ ശനി ഞായർ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ആഴ്ചയിൽ നമുക്ക് ഹോളിഡേയ്സ് കിട്ടുമ്പോൾ നമ്മൾ ആ പാഠങ്ങൾ വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡായിട്ട് പറയുന്നത് നോട്ട് തയ്യാറാക്കണം. പല കുട്ടികളും നോട്ട് വളരെ അശ്രദ്ധയോടെയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ നോട്ട് കൃത്യമായി തയ്യാറാക്കുക. ഞാൻ പറയുന്നു, നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് വരാൻ വേണ്ടി ഒരു മെത്തേഡുണ്ട്. നമ്മൾ ഒരു ആൻസർ പഠിച്ചതിന് ശേഷം നോട്ട് നമുക്ക് ആ പുസ്തകം ഉപയോഗിക്കാതെ എഴുതാൻ സാധിക്കുമോ, എല്ലാ പോയിന്റ്സും എഴുതാൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കുന്നു. എനിവേ നമുക്കത് സാധിക്കുന്നില്ല, നമുക്ക് 10 പോയിന്റ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യന് നമുക്ക് 5 എണ്ണം എഴുതാൻ സാധിച്ചു, ബാക്കി 5 എണ്ണം നമ്മൾ ടെക്സ്റ്റിൻ്റെ സഹായത്തോടു കൂടി എഴുതി പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ എക്സാം എടുക്കുന്ന സമയത്ത് മുഴുവനും നമ്മളൊരു 2-3 തവണ റിവൈസ് ചെയ്യുകയും അത് ആവർത്തിച്ച് പഠിക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്കോറിലേക്ക് വരാൻ പറ്റും. മറ്റൊരു കാര്യം, നമ്മൾ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്കുള്ള മാപ്പുകൾ, നമുക്കുള്ള ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഡയഗ്രാംസ് നമ്മൾ പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഒരിക്കലും വരയ്ക്കുന്നതിന് അത് നമ്മൾ പെൻ ഉപയോഗിക്കുന്നത് തികച്ചും അത് തെറ്റാണ്. നമ്മൾ പെൻസിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പോയിന്റ്സ് എഴുതുമ്പോൾ നമ്മൾ പെൻ ഉപയോഗിച്ച് എഴുതുക. ഓക്കെ. മറ്റൊരു കാര്യം, നമ്മൾ സോഷ്യൽ സയൻസ് ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്കോർ നമ്മൾ ആദ്യം നോക്കണം. സ്കോറിൻ്റെ അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ആൻസറിൻ്റെ വലുപ്പം നമ്മൾ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ചെറിയ സ്കോറുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അധികം നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ നമുക്ക് നമ്മുടെ സോഷ്യൽ സയൻസ് നമുക്കൊരു പേടി സ്വപ്നമേ അല്ല. നമുക്ക് സോഷ്യൽ സയൻസിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും നമുക്ക് A+ലേക്ക് എത്താനും സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പഠിച്ചു നോക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ടീച്ചറിനെ അറിയിക്കണം. നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ ഉടൻ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ കാണുക. 8, 9, 10 ക്ലാസ്സുകളിലെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 10ാം ക്ലാസ്സുകാർ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾ, നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.